നീ എന്ത് വേഷം കെട്ടാണ് കാണിക്കണത്? എനിക്ക് ഷുഗറാണ്. ഷുഗർ എന്തെന്ന്? ഷുഗർ ആണെന്ന് എനിക്ക് ഒരു കാര്യമില്ല. ഞാൻ ഈ അച്ഛൻ്റെ കൂടെ പോയപ്പോ ആവശ്യമില്ലാത്തത് ടെസ്റ്റ് ചെയ്ത് നോക്കിയതാണ്. ഇപ്പൊ മെസ്സേജ് വന്നപ്പോ എനിക്ക് 282 ഷുഗർ. അത് ചെക്ക് ചെയ്തോണ്ട് അത് അറിയാറായില്ലേ? അച്ഛൻ വിടണ്ട, നിങ്ങൾ ഒറ്റൊരുത്തരാണ് ഇതിന് കാരണം. അച്ഛൻ എന്ത് ചെയ്ത്? പാരമ്പര്യമാണ് ഇത്. അച്ഛനുള്ളതുകൊണ്ടല്ലേ എനിക്ക് ഷുഗർ വന്നല്ല. ഞാൻ എന്ത് ചെയ്തിട്ടാണ്? എനിക്ക് പ്രായമായിട്ടാണ് വന്ന്, നിനക്ക് ചെറുപ്പത്തിലല്ലേ വന്ന്, അതിന് ഞാനാ കുറ്റക്കാരൻ? എന്റെ ജീവിതം പോയല്ലോ ദൈവമേ. ഞാൻ ഇനി എന്തിനാ ജീവിക്കണത്? എടാ, ഒരു ഷുഗർ വന്നെന്നും പറഞ്ഞ് ജീവിതം പോവേണം എല്ലാവരുടെയും. ഷുഗർ നിസ്സാരമുള്ളതാ. ഞാൻ ഫേസ്ബുക്കിൽ കണ്ട് എനിക്കിനി എന്തെങ്കിലും മധുരമുള്ളതാ ഭക്ഷണം എന്തെങ്കിലും ഇഷ്ടമുള്ളത് കഴിക്കാൻ പറ്റുമോ, എനിക്കൊരു ലൈസ് തിന്നാൻ പറ്റുമോ, ഒരു പെപ്സി കുടിക്കാൻ പറ്റുമോ? അറ്റാക്ക് വന്നാ പോലും അറിയൂല, വേദന ഉണ്ടാവൂല. അത് വണ്ടി ഓടിച്ചാ അറിയാതെ ഉറങ്ങി പോകുന്നത്. എന്റെ ജീവിതം പോയെന്ന് പറഞ്ഞല്ല. ഇവിടെ പൊട്ടൻ ചെറുക്കാൻ പരിഹാരം ഇല്ലാത്ത കാര്യം ഉണ്ടടാ. നിനക്ക് അങ്ങനെ പലതും പറയാ. നിന്റെ കല്യാണവും സമയത്ത് കഴിഞ്ഞ അളിയനും ഗൾഫിലാണ്. വായി തോന്നലൊക്കെ വാരി തിന്നുകയും ചെയ്യാം. എനിക്ക് പ്രായം ഉത്തര. എനിക്ക് ഒരു പെണ്ണ് കാണാൻ പോകാൻ പറ്റുമോ? എടാ, അതിന് പെണ്ണ് കാണാൻ പോകുമ്പോ എനിക്ക് ഷുഗർ ഉണ്ട് എന്ന് പറഞ്ഞ് ബോർഡ് കെട്ടി തൂക്കൊന്നും വേണ്ടേ? എന്നിട്ട് പെണ്ണ് ചായ കൊണ്ട് വരുമ്പോ എനിക്ക് മധുരമില്ലാത്ത മതി എന്ന് പറയാനാ? എനിക്ക് മധുരമില്ലാത്ത മതി എന്ന് പറയുമ്പോ അവർക്ക് മനസ്സിലാവൂല എനിക്ക് ഷുഗർ ആണെന്ന്. ഇനി മധുരവെള്ളം മുണ്ട് അതേ കുടിച്ചാൽ ഞാൻ അവിടെ തലയെ തല്ലി വീഴൂലേ ഷുഗർ കയറിയിട്ട്? നീ ഇങ്ങനെ കരയേണ്ട കാര്യമൊന്നും ഇല്ല പ്യാരി. നീ നിന്റെ പാട് നോക്കല്. എനിക്ക് ഇനി ജീവിക്കണ്ട. എടാ, അതിന് മരുന്നൊക്കെ ഉണ്ട്, ഡോക്ടർ ആരെങ്കിലും കണ്ടാ പോരെ? ഡോക്ടറെ കണ്ട് മരുന്ന് കഴിച്ചിട്ട് എന്താ കാര്യം? നിങ്ങൾക്ക് തിന്നണ ഞാനിത് കാണാനാ? പരിക്കുന്നു വരെ നിങ്ങൾ തിന്നണ ഞാൻ കാണണോ ഇവിടെ ഇരുന്ന്? കൂടുതൽ വേഷം കെട്ടരുത് നീ. ഷുഗർ വന്നൊന്നും പറഞ്ഞ അവന്റെ ഈ ഒടുക്കത്തെ കുടുംബത്തെ ജനിച്ചതാണ് ഷുഗർ. എനിക്ക് ഇവിടെ ജീവിക്കേണ്ടത്. ചത്തുകളയാ മതിയായിരുന്നു.